നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന DGPയുടെ കണ്ടെത്തലിലാണ് നടപടി. അന്വേഷണം സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പൂരം ദിവസം അദ്ദേഹം തൃശൂരിലുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചെ 3:30 മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂകാംബികയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ADGP തൃശൂരിൽ ഉള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നില്ലെന്നാണ് DGP പറയുന്നത്. 3 ദിവസം മുൻപ് ഉന്നതതല യോഗം ചേർന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനമെടുത്തിരുന്നെന്നും അതിൽ ADGP പങ്കെടുത്തിരുന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രശ്നബാധിത മേഖലയിൽ നിന്ന് പ്രശ്നമുണ്ടായപ്പോൾ മാറി നിന്നു എന്ന നിലയിലാണ് DGPയുടെ റിപ്പോർട്ട്. വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനടക്കം എല്ലാ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കില്ലെന്നുമുള്ള സുരേന്ദ്രന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു കേസിലെ 1-ാം പ്രതി. ഒക്ടോബർ 15 നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കാൻ ഇന്നലെ ചേർന്ന കാര്യോപദേശക സമിതി തീരുമാനിച്ചു. 18 പിരിയാനായിരുന്നു തീരുമാനം. 15 നിയമനിർമ്മാണ നടപടികൾ തീർക്കാനാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളം പ്രക്ഷോഭത്തിലേക്ക്. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ആവശ്യമായ സഹായധനം നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. കേരളത്തിനുള്ള സഹായം വേഗത്തിലാക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് സഹായം നൽകുന്നതിൽ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അഡീഷണൽ സൊളിസിറ്റർ ജനറലിനോട് ഡിവിഷൻ ബെഞ്ചാണ് 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചത്. സഹായം ലഭ്യമാക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വയനാട്ടിലെ യഥാർത്ഥ കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകിയോ എന്ന് ചോദിക്കേണ്ട പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വിധേയപ്പെട്ടുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. നിയമസഭയുടെ ആദ്യ ദിനം തന്നെ കണ്ടത് പിണറായി സതീശൻ അന്തർധാരയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീഴ്ചകൾ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ കുഴലൂത്തുകാരനായി മാറിയെന്നും V മുരളീധരൻ പറഞ്ഞു. ഡിജിറ്റൽ ആധാര പകർപ്പുകളുടെ ഓൺലൈൻ വിതരണം പ്രഖ്യാപിച്ചു. ജില്ലയിലെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഡിജിറ്റൈസേഷൻ പദ്ധതിയിലൂടെ ഓൺലൈൻ വഴി അപേക്ഷകർക്ക് ലഭ്യമാക്കുന്നതിന്റെ ജില്ലാതല പ്രഖ്യാപനം ഇന്ന് രാവിലെ തലശ്ശേരിയിൽ രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷനായ ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി മുഖ്യാതിഥിയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ജോലിക്കായി കേരളത്തിലെ പോലീസുകാർക്ക് പോകാൻ പുതിയ ബോട്ട് എത്തി. 39 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ബോട്ട് വാങ്ങി തേക്കടിയിൽ എത്തിച്ചത്. തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗവും വള്ളക്കടവ് വഴി ജീപ്പിലുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താൻ കഴിയുക. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് 2008 പോലീസിനായി ബോട്ട് വാങ്ങിയത്. 20 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന ബോട്ടിൽ കാലപ്പഴക്കം മൂലം ഇപ്പോൾ 6 പേർക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. കൂടുതൽ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ ബോട്ട് വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതേ തുടർന്നാണ് പുതിയ ബോട്ടിനായി സർക്കാർ പണം അനുവദിച്ചത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് തേക്കടിയിൽ വെച്ചാണ് പുതിയ ബോട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നൽകാത്തതിന് വക്കീൽ നോട്ടീസ്. 25ഓളം വാഹനങ്ങൾക്കായി ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്ന് നേരത്തെ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ ദേവികുളം ലാക്കാട് പ്രവർത്തനം തുടങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ മൂന്നാർ ബോഡിമെട്ട് റോഡിലാണ് ടോൾ പ്ലാസ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ ടോൾ പിരിക്കാൻ തുടങ്ങി. ഇടുക്കി പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ശ്രീലാലിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടത്തിയ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. എറണാകുളം കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻകെട്ടിലെ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ തിരിച്ചു കൊണ്ടുപോയി. ലോറിയിൽ തളച്ചാണ് ആനയെ കൊണ്ടുപോയത്. പാപ്പാനും കൂട്ടാളികളും പുതുപ്പള്ളി സാധുവിനൊപ്പം ലോറിയിലുണ്ട്. പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് തെരച്ചിൽ സംഘം ആനയെ കണ്ടെത്തിയത്.
പുറത്തെത്തിച്ച ആന ആരോഗ്യവാനാണെന്ന് ആനയുടമയും വനപാലക സംഘവും അറിയിച്ചു. ആനയുടെ പുതിയ പിണ്ടം നോക്കിയാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയതെന്ന് ഉടമ പറഞ്ഞു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാജിക് മഷ്റൂം യുവാവിൽ നിന്നും പിടിച്ചെടുത്തു. വയനാട് കാട്ടിക്കുളത്ത് ആഡംബര കാറിൽ കടത്തുകയായിരുന്ന വൻ ലഹരി മരുന്ന് എക്സൈസ് പിടിച്ചെടുത്തു. മാജിക് മഷ്റൂം, കഞ്ചാവ്, ചരസ് എന്നിവയാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തത്. സംഭവത്തിൽ ബംഗളൂരു സ്വദേശി രാഹുൽ റായ് അറസ്റ്റിലായി. 276 ഗ്രാം മാജിക് മഷ്റൂമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. 13.2 ഗ്രാം കഞ്ചാവ്, 6.59 ഗ്രാം ചരസ് എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും മാജിക് മഷ്റൂം കണ്ടെടുക്കുന്നത് ഇത് ആദ്യമായാണ്. വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് കബളിപ്പിക്കൽ നടത്തിയ 2 പേരെ കോഴിക്കോട് കസബ പോലീസ് പിടികൂടി. നടക്കാവ് സ്വദേശി സെയ്ദ് ഷമീം, കുട്ടിക്കാട്ടൂർ സ്വദേശി അനീഷ എന്നിവരാണ് പിടിയിലായത്. ATM-ൽ നിന്ന് പണമെടുക്കാൻ വരുന്നവരെ കാത്ത് ATM കൗണ്ടറിന് മുന്നിൽ നിൽക്കുകയും പണമെടുക്കാൻ വരുന്നവരോട് പൈസ തരാമോ, ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞ ശേഷം വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് പറ്റിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാവൂർ റോഡിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത്. മറ്റൊരു ATM-ന് മുന്നിൽ നിന്ന് തട്ടിപ്പിന് ഒരുങ്ങുമ്പോഴാണ് ഇരുവരും പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങളിൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ഉയർന്നുവെന്ന റിപ്പോർട്ടുകൾ. അതേസമയം താനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ADGP-ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPM-നോട് ഇടഞ്ഞ PV അൻവറിനെ പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും, പക്ഷേ അൻവറിന് പിന്നിൽ ഉരുത്തിരിയുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ജാഗ്രതയോടെ സമീപിക്കണമെന്നും ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നത് പ്രതിച്ഛായയെ ബാധിക്കില്ലേ എന്നും നേരത്തെ തന്നെ നടപടിയെടുക്കണമായിരുന്നുവെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായമുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് നടപടി നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റു സുരക്ഷാ ജീവനക്കാരും KSU-വിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ലഭ്യമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നു മുതൽ ബ്ലോക്ക് തലം കേന്ദ്രീകരിച്ച് KPCC പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ഇന്നു മുതൽ 20 വരെ സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ചയായാണ് ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി M ലിജു അറിയിച്ചു. എറണാകുളം ഉദയംപേരൂരിൽ 50ഓളം CPM പ്രവർത്തകർ കോൺഗ്രസിലേക്ക് മാറുന്നു. CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം L സുരേഷിന്റെ നേതൃത്വത്തിലാണ് CPM പ്രവർത്തകർ പാർട്ടി വിടുന്നത്. ഉദയംപേരൂർ നടക്കാവിൽ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ ഇവർ കോൺഗ്രസ് പാർട്ടി അംഗത്വം സ്വീകരിക്കും. കൊച്ചിയിൽ ഗുണ്ടകളെ പൂട്ടാൻ വിജയകരമായി നടപ്പിലാക്കിയ ജിയോ ടാഗിംഗ് മറ്റ് ജില്ലകളിലേക്കും. ഗുണ്ടകളുടെ ലൊക്കേഷൻ ജിയോ ടാഗ് ചെയ്ത് സൂക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളും ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി സംവിധാനം കൂടുതൽ സമഗ്രമാക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി പോലീസ്. കൊച്ചിയിൽ ഗുണ്ടകളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ, ഒളിസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ 1200-ലേറെ ലൊക്കേഷനുകളാണ് ജിയോ ടാഗ് ചെയ്തത്. ഡിജിറ്റലാക്കിയത് 800-ലേറെ ഗുണ്ടകളുടെ വിവരങ്ങൾ. ഓരോ സ്റ്റേഷൻ പരിധിയിലും എത്ര ഗുണ്ടകളുണ്ട്, എവിടെയുണ്ട് എന്നൊക്കെ ഇനി വിരൽ തുമ്പിൽ കിട്ടും. സർക്കാരിനെ വിമർശിച്ചതിന് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഉത്തർപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാധ്യമപ്രവർത്തകന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. ജനാധിപത്യ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കണമെന്നും ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ്, SVN ഭാട്ടി എന്നിവരുടെ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. UPI വഴിയുള്ള പ്രതിദിന ശരാശരി ഇടപാടുകളുടെ എണ്ണത്തിൽ 8 മടങ്ങ് വർധന. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ 2020 വർഷത്തിലെ സെപ്റ്റംബറിൽ 6 കോടിയായിരുന്നു പ്രതിദിന ശരാശരി ഇടപാടുകൾ. 4 വർഷം കഴിഞ്ഞ് ഈ വർഷം സെപ്റ്റംബർ മാസമാകുമ്പോൾ ഇടപാടുകളുടെ എണ്ണം 50 കോടിയായി. സെപ്റ്റംബറിൽ മാത്രം 1504 കോടി ഇടപാടുകളാണ് UPI വഴി നടന്നത്. ഇക്കാലയളവിൽ 20.64 ലക്ഷം കോടി മൂല്യമുള്ള ഇടപാടുകൾ നടന്നതായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. മുൻ വർഷത്തെ സമാന കാലയളവിനെ അപേക്ഷിച്ച് നോക്കിയാലും 42% വർധന. മുൻവർഷം സെപ്റ്റംബർ മാസത്തിൽ 1055 കോടി ഇടപാടുകളാണ് നടന്നത്. പ്ലാറ്റ്ഫോമിന്റെ വളർച്ച ബാങ്കുകളുടെ എണ്ണത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. 2024 ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് 608 ബാങ്കുകൾ UPI സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 2020-ൽ ഇത് 174 മാത്രമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മേഖലയിലാകെ സംഘർഷം പടരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേഖലയിലെ രാജ്യങ്ങൾ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്ത ആക്രമണത്തിൽ 15 ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കി. ചെങ്കടലിൽ എണ്ണക്കപ്പൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടിച്ചത്.
ചരക്കു കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള ഹൂതികളുടെ നീക്കത്തിനുള്ള മറുപടിയായാണ് അമേരിക്കയുടെ ആക്രമണം. നവംബർ മുതൽ ചെങ്കടലിൽ 100ഓളം ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ചായിരുന്നു ആക്രമണങ്ങൾ. 2 കപ്പലുകൾ ഹൂതികൾ മുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് സാധാരണയിലും കടുത്ത ഒരു ആക്രമണം ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഇസ്ലാമാബാദിൽ ഈ മാസം 15, 16 തീയതികളിലാണ് SCO യോഗം നടക്കുക. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. വനിതാ T20 ലോകകപ്പിൽ കന്നി കിരീടം സ്വപ്നം കണ്ടിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം പാളി. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് 58 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോറ്റത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസാണ് നേടിയത്. 57 റൺസ് നേടിയ ക്യാപ്റ്റൻ സോഫി ഡിവൈന്റെ ഇന്നിംഗ്സ് ആണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 19 ഓവറിൽ 102-ന് എല്ലാവരും പുറത്തായി. 4 വിക്കറ്റ് നേടിയ റോസ്മേരി മെയർ ആണ് ഇന്ത്യയെ തകർത്തത്. സന്നാഹ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യ ന്യൂസിലാൻഡ് ബൌളിംഗിന് മുന്നിൽ തകർന്നടിഞ്ഞു. 14 പന്തിൽ 15 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ.